ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. 9:40 ആയിരിക്കുന്ന സമയം. ഇതാണ് നിലവിൽ ഉള്ള പ്രൈസ് ആക്ഷൻ. നമ്മളുടെ ഒരു ലെവൽ, രണ്ട് ലെവലുകൾ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ക്ലോസ് ചെയ്തിട്ടില്ല 5 മിനിറ്റ് ക്യാൻഡലിൽ. യെസ്, ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. നിലവിലുള്ളൊരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമ്മളൊരു ബൈ സൈഡാണ് ഫോക്കസ് ചെയ്യുന്നത്. നിലവിലുള്ള പ്രൈസ് ആക്ഷൻ മാത്രമല്ല, നമ്മുടെ പൊസിഷണൽ ട്രേഡുകളൊക്കെ ആദ്യത്തെ ഈ ഒരു ഇനീഷ്യൽ ഫേസിൽ തന്നെ കാര്യമായ രീതിയിൽ ഗ്രീനാണ്, മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഡെൽറ്റയൊക്കെ നോക്കുന്ന സമയത്ത് ഡെൽറ്റ വളരെ പോസിറ്റീവാണ്. ഓർഡർ ഫ്ലോ കൺസെപ്റ്റിൽ ഡെൽറ്റ ഇത് കൃത്യമായിട്ട് വോളിയം തന്നുകൊണ്ട് ബയേഴ്സ് നന്നായിട്ട് വന്നുകൊണ്ടുള്ളൊരു റാലിയാണ് കാണുന്നത്. അപ്പോൾ ഈ റാലി സസ്റ്റെയിൻ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു സപ്പോർട്ടിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ, ഒരു ഡിപ്പ് കിട്ടിയാൽ ആ ഡിപ്പിൽ നിന്ന് ബൈയിൽ നിൽക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കുമുലേറ്റീവ് ഡെൽറ്റയൊക്കെ വളരെ ഓപ്പണിങ്ങിൽ മൈനസ് ആയിരുന്നെങ്കിലും പിന്നീട് അത് കൂടി ഇപ്പോൾ 92K എത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കറക്ഷന് വേണ്ടിയിട്ട്, ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബൈയിലേക്ക് നിൽക്കും. ഓക്കെ, ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു ട്രേഡ് നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്ത ഹേഡ് മെൻറ്റാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് മാറും എന്നുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇത്രയും 226, അതായത് 1% റാലി നടന്നിട്ടുള്ളത് ഇപ്പോൾ സമയം 10:30 ആവുന്നേ ഉള്ളൂ. 1.5 മണിക്കൂർ കൊണ്ട് ഇത്രയും വലിയൊരു റാലി നടന്നിട്ട് ഇത് അതേപോലെ കണ്ടിന്യൂ ചെയ്യും എന്ന് വിചാരിക്കുന്നത് ലോജിക്കലല്ല. ഇനി മാർക്കറ്റ് അടുത്ത ഇന്നത്തെ ഒരു പൊട്ടൻഷ്യലായിട്ട് ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് കാണാം. നല്ല ഒരു ട്രെൻഡാണ് കാണുന്നത് മാർക്കറ്റിൽ. നേരത്തെ നോക്കിയപ്പോൾ ഡെൽറ്റ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ ടാർഗറ്റ് വെച്ചോട്ട് ട്രേഡ് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. 300, അപ്പോൾ ഇന്നത്തെ ടോട്ടൽ റാലി 325 പോയിന്റ്, 1.5% റാലിയാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ സംഭവിക്കുക. 1.5% റാലി സംഭവിക്കുന്നതൊക്കെ വളരെ റെയറാണ്. പക്ഷേ ആ ഒരു റെയർ എന്ന് സംഭവിക്കുന്ന എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇതുവരെ ടാർഗറ്റ് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കാം. അതല്ല, ഈ ലെവലിൽ കിട്ടുകയാണെങ്കിൽ വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ്. ഈ ലെവലിലൊക്കെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇനിയും മാർക്കറ്റ് കുറേ സമയം ഈ ഒരു വലിയ റാലി കഴിഞ്ഞതുകൊണ്ട് അതൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, ഒരു മാർക്കറ്റിൻ്റെ അവസാന ഫേസിലൊക്കെ ഇവിടെ നിന്നൊരു റാലി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ പോസിബിലിറ്റി ഉള്ള ഒരു ട്രേഡ് എന്ന് പറയുന്നത്. ഇനി മറിച്ച് മാർക്കറ്റ് ഇങ്ങനെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഇങ്ങനെയുള്ള ഒരു പ്രൈസ് ആക്ഷനിലൂടെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഹേഡിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നില്ല. ഇന്ന് നമുക്ക് അവസരം വേണ്ട എന്ന പ്ലാനിൽ നമ്മൾ നിൽക്കും. അങ്ങനെ വലിയൊരു റാലി സംഭവിക്കാൻ സാധ്യതകൾ, ഇപ്പോൾ യുക്രൈൻ റഷ്യ വാർ അവസാനിക്കാനുള്ള സൂചനകൾ കിട്ടുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഖത്തറിൻ്റെ ഭരണാധികാരി ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമിയിലേക്ക് വലിയ ഫണ്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ലൈവ് മാർക്കറ്റിലായതുകൊണ്ട് ഇതിൻ്റെ റീസൺ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും അതിന് എന്തുകൊണ്ടാണ് മാർക്കറ്റ് വലിയ റാലി വന്നതെന്നുള്ളതിൻ്റെ ക്ലാരിറ്റി കിട്ടും നമുക്ക്. പിന്നെ ഇതൊരു ഷോർട്ട് കവറിംഗ് റാലി ആയിട്ട് തോന്നുന്നില്ല. ഷോർട്ട് കവറിംഗ് റാലി ആണെങ്കിൽ ഈ വലിയൊരു ഫാൾ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നൊക്കെ വരുന്ന ഒരു റാലിയാണ് ഷോർട്ട് കവറിംഗ്. ഇതിവിടെ അത്യാവശ്യം മാർക്കറ്റ് ഡൈജസ്റ്റ് ചെയ്തിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് താഴേക്ക് വരാൻ നോക്കി, ഇവിടുന്ന് ബൈ വന്ന് അങ്ങനെയുള്ള റാലിയാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് കവറിംഗ് റാലിയല്ല. ഒരു അടുത്ത ഒരു ലെവൽ വരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡ് സമ്മാനിച്ചതിന് ശേഷം ഇനി മാർക്കറ്റ് അതിൻ്റെ താഴേക്കാണ് മാർക്കറ്റിൻ്റെ ഒരു പ്ലാനെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റാലി 2-3 ദിവസത്തെ ബുള്ളിഷ് അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒരു ബുള്ളിഷ് ട്രെൻഡൊക്കെ തന്നതിന് ശേഷമായിരിക്കും അടുത്തൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഇതൊരു ആൻറ്റിസിപ്പേഷനാണ്. ഇതൊരു മാർക്കറ്റിലെ ഒരു വ്യൂ ആണ്. വ്യൂ ഓരോ ലെവലിൽ നിന്ന് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതിനനുസരിച്ച് വ്യൂ ചേഞ്ച് ചെയ്യും. ഓക്കെ, വൺസ് അഗെയിൻ ഈ ഒരു ലെവലിൻ്റെ മുകളിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു തവണ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ബ്ലൂ ലൈന്. ഇത് ഇപ്പോൾ ഇന്ന് ഫോം ചെയ്തൊരു ലെവലാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബൈ സൈഡിലേക്ക് നിൽക്കും. 1:5 വരെയൊക്കെ കിട്ടാനുള്ള 1:4 വരെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള ട്രേഡായിരിക്കും. ഇനി ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രൈസ് ആക്ഷൻ നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ തരുന്നത് എന്നുള്ളതും കൂടെ നോക്കാനുണ്ട്. അതല്ല, ഇവിടെ നിന്ന് താഴേക്കാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ഡബിൾ കൺഫർമേഷനൊക്കെ കിട്ടിയാൽ ഇതുവരെയുള്ള സെല്ലിലേക്ക് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ പ്രൈസ് വെച്ചിട്ട് നമുക്ക് സെല്ലിനുള്ള അവസരങ്ങൾ വളരെ താൽക്കാലികമായിട്ടുള്ള സെല്ലിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഡെൽറ്റയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 380 വരെയൊക്കെ 380K വരെയൊക്കെ ഡെൽറ്റ വന്നതിന് ശേഷം, ക്യുമുലേറ്റീവ് ഡെൽറ്റ വന്നതിന് ശേഷം ഇപ്പോൾ 250 എത്തി നിൽക്കുന്നത്. അതൊരു കറക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കണം. ഇവിടെ നമ്മൾ ഡെൽറ്റ ഓക്കെ, ഇത് ഡെൽറ്റയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ
വളരെ ബൈ സൈഡ് എല്ലാം വളരെ സ്ട്രോങ് ആണ്, റീട്രേസ്മെൻ്റ് എല്ലാം വീക്കാണ്. ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ സ്റ്റിൽ ഇത് ഇവിടെ സസ്റ്റെയിൻ ചെയ്താലും ഓക്കെ, സസ്റ്റെയിൻ ചെയ്താൽ അത് സ്ട്രോങ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം. ഓക്കെ, മറ്റൊരു കാര്യം കൂടെ പറയുന്നു, ബൈ സൈഡിലേക്ക് കൂടുതൽ പ്രയോറിറ്റി എന്ന് കൊടുക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം കുറേ കാലങ്ങൾക്ക് ശേഷം, കുറേ അധികം ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ FIs സ്റ്റോക്ക് ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് ബൈ ആയിട്ടുണ്ട്. 4757 കോടി വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിയാൽ ഈ ബ്ലൂ ലൈൻ എല്ലാം കാണുന്ന FIസിൻ്റെ ഡേറ്റയാണ്. എല്ലാം അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മന്ത്ലി എടുത്തു കഴിഞ്ഞാലും കുറേ മാസങ്ങളായിട്ട് FIs ഒക്ടോബർ മുതൽ FIs നെറ്റ് സെല്ലിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ബിഹൈൻഡ് ദ സ്ക്രീൻ ഉള്ളത് കൊണ്ട് ഒരു കൂടുതൽ കംഫർട്ട് നമുക്ക് ബൈ സൈഡിൽ നിൽക്കാനായിരിക്കും. നോക്കാം നമുക്ക് ബൈക്കുള്ള പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടോ എന്നുള്ളത്. നിർഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാൻ, ഞാൻ നിങ്ങൾക്ക് ഈ ഡേറ്റ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റോളം എടുത്തപ്പോഴേക്കും മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മുടെ എൻട്രി ലെവൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരിക്കൽ കൂടെ ക്ലോസ് ചെയ്താൽ ഇവിടുന്ന് എൻട്രിയാണ് പ്ലാൻ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഇനി നമുക്ക് റീട്രേസ് കിട്ടുമോ എന്നറിയില്ല. കിട്ടിയാൽ ട്രേഡ് എടുക്കാം, ഇല്ലെങ്കിൽ മാറി നിൽക്കാം. നമുക്ക് ലൈവിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിനടുത്തേക്ക് റീട്രേസ്മെൻറ്റ് കിട്ടിയാൽ ട്രേഡിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, ഇവിടെ റീടെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, പിന്നെ നമ്മളൊരു 1-2 മണിക്കൂറുള്ളൊരു കൺസോളിഡേഷൻ ആണ് ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ അത്രയും സമയത്ത് ഒരു കൺസോളിഡേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ചെറിയ രീതിയിൽ ഇനി ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റ് അല്ല പ്രതീക്ഷിക്കുന്നത്. പതുക്കെയുള്ള നമ്മുടെ ടാർഗറ്റിലേക്ക് പോവുകയാണെങ്കിൽ വളരെ പതുക്കെയുള്ളൊരു മൂവ്മെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ലാസ്റ്റ് ഹാഫിൽ വലിയ റാലി, ഇവിടെ നിന്നൊക്കെ കുറേ സമയം പതുക്കെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവസാന ഹാഫിൽ ഒരു വലിയ റാലി ഇതുവരെ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ആദ്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ക്വിക്കായിട്ട് ഈ ഒരു 50% വന്നതോടുകൂടി പിന്നെ നമ്മൾ അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫിബിൻ്റെ 50 ഉണ്ടോ, ഈ ടോട്ടൽ റാലിയിലെ ഫിബ് 50% എന്നാണ് ഈ ബൗൺസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 50%ലേക്ക് എത്താൻ അധിക സമയം വേണ്ടി വന്നില്ല മാർക്കറ്റിന് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ ഒരു വ്യൂ പറഞ്ഞെങ്കിലും കുറച്ചധികം സമയം ഇവിടെ നിന്നിട്ടുള്ള റാലി ആണെങ്കിൽ അവസാന ഫേസിലായിരിക്കും ആ റാലി എന്നുള്ളതായിരുന്നു ആ വ്യൂ മാറാൻ കാരണം. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളൊരു പ്രൈസ് ആക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് പകരം ഒരു പറാബിളിക് മൂവാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു 11:20 ആകുമ്പോഴേക്കും നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നിലവിലെ സ്ഥിതി. നമ്മൾ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് റീടെസ്റ്റ് ചെയ്തപ്പോൾ എൻട്രി എടുത്തു. അതിനുശേഷം മാർക്കറ്റ് ഇതാ നമ്മുടെ സൈക്കോളജി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തൊക്കെ വന്നു, ബൗൺസ് ചെയ്തു. ഇവിടുന്ന് വീണ്ടും കോസ്റ്റിലേക്ക് വന്നു. കോസ്റ്റല്ല, അവിടെ ഇന്ന് വെനസ്ഡേ ആണല്ലോ, വെനസ്ഡേ ആയതുകൊണ്ടുള്ളൊരു DK ഉണ്ട്. നമ്മൾ സെയിം വീക്ക് എക്സ്പയറി ആണ് എടുത്തിട്ടുള്ളത്. നല്ല ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ് കണ്ടതുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിലേക്ക് പോകാതിരുന്നത്. അപ്പോൾ ഇവിടെ അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ളൊരു മൂവാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കോസ്റ്റിൽ വന്ന സമയത്ത് നമ്മൾ ഇനി ഇതൊരു പ്രധാനപ്പെട്ട ലെവലാണ്. ഇവിടെ നമുക്ക് 1:2 ഒക്കെ റിവാർഡ് ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാമായിരുന്നൊരു ലെവലാണ്. കാരണം ഇത് ബ്ലാക്ക് കളറിലുള്ള ലെവലാണല്ലോ. ഇവിടെ നിന്ന് നോക്കിയാൽ ഇത് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ, താഴേക്കാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്കിൽ ഇവിടെ നിന്ന് ഒക്കെ താഴേക്ക് റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയയാണ്. 1:2 ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയ ഏരിയ. അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിന് മുകളിലേക്ക് ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു മിനിമം 1:3 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. യെസ്, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതാ ഇവിടെ ഈ ഒരു ലെവലിലേക്ക് എത്തിയപ്പോൾ നമുക്ക് 1:2 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് ഈ ലെവലിന് താഴേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാണ്. നമ്മുടെ ഒരു മാർക്കറ്റിൽ ഇതുവരെയൊക്കെ നീങ്ങാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പ്രീവിയസ് ഡേൻ്റെ ഇപ്പോൾ ഈ കോൺടാക്റ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഡെയിലി ഫേസ് ബൈയിലാണെന്നുള്ള കൺസെപ്റ്റൊക്കെ വെച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ല റാലി സ്റ്റിൽ സാധ്യത ഉണ്ട്. ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാൻ ഈ ലെവലിന് താഴേക്ക് വന്നാൽ റിവേഴ്സ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഇതാ ഈ ലെവലിൻ്റെ താഴെ വരും, ഈ ക്യാൻഡലിൻ്റെ താഴെ വരും. 950 നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ 1:3 ട്രയൽ ചെയ്യാണ്. ഇതാ അത്യാവശ്യം നല്ലൊരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, 1:3 മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
പക്ഷേ ഈ ഒരു ക്യാൻഡിൽ കൺഫ്യൂസിങ് ആണ്, അതൊരു റിവേഴ്സൽ ക്യാൻഡിലാണ്. നോക്കാം, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, എന്താണ് ഇത്രയും സമയം സംഭവിച്ചത് നോക്കാം. കുറച്ച് സമയം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് റിവേഴ്സൽ വന്ന സമയത്ത് ഇവിടെ നമുക്ക് 1:3 എത്തിയിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടെ ആദ്യം സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് വെച്ചിരുന്നു. പിന്നീട് ഇവിടെ 1:3യുടെ മുകളിലേക്ക് ഒന്ന് സ്പൈക്ക് ചെയ്ത് വരുമ്പോൾ 1:3യിൽ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. അപ്പോൾ ഇവിടെ 1:3 ഇതാ ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ആയതുകൊണ്ട് ഇതിന് മുകളിലേക്ക് ഒരു മാനിപ്പുലേഷൻ ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ വെയിറ്റ് ചെയ്തില്ല. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കറക്റ്റ് റിവേഴ്സലിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1:3 ആ ട്രേഡിൽ ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ ബുക്ക് ചെയ്തു. ഈ ട്രേഡിൽ നമ്മൾ 1:3 ഇവിടെ വരെയുള്ള ഫുൾ റാലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ 109 എങ്ങാനും നമ്മൾ എൻട്രി എടുത്തു. 109 എൻട്രി എടുത്തു. 137 നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പോൾ 30 പോയിൻ്റാണ് 1:3 ആണ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തത്. അതിന് ജസ്റ്റ് 2 പോയിൻറ്റിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം 1:3 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് നമ്മൾ രണ്ടാമതൊരു ട്രേഡും കൂടെ വളരെ കുറഞ്ഞ ലോസിൽ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു. ഈ ലെവൽ വരെ നമ്മൾ 108 എൻട്രി എടുത്ത് 103 അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തു. അപ്പോൾ 2 ട്രേഡ് എടുത്തു. നമ്മൾ ആ രണ്ടാമത്തെ ട്രേഡിലോടുകൂടി നമ്മളെ ട്രേഡുകൾ ഇനി വേറെ ട്രേഡില്ല, ആ സ്റ്റോപ്പ് ലോസ് എടുത്തോടുകൂടി. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് പുതിയ ആളുകളൊന്ന് ഒബ്സർവ് ചെയ്യാം. നമ്മൾ കിട്ടിയ പ്രോഫിറ്റിൻ്റെ ഒരു കുറഞ്ഞ ഭാഗം മാത്രം നമ്മൾ റിസ്ക് എടുത്തു. ഇന്ന് മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചാലും 1000 പോയിൻ്റ് റാലി ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഇന്ന് ട്രേഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഓരോ ട്രേഡും നമ്മളെ സംബന്ധിച്ചൊരു പ്രോബബിലിറ്റി മാത്രമാണ്. അപ്പോൾ നമ്മൾ തുടക്കം മുതലേ ബൈ സൈഡിലായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ട്രേഡ് എടുക്കാതിരുന്നതിൻ്റെ റീസൺ ഒന്ന് അനലൈസ് ചെയ്യാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഹേഡ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞ എലമെൻറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു അവയർനെസ് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒന്നും ട്രേഡ് എടുത്തില്ല. അപ്പോൾ ഇത് നമ്മളൊരു ഹേഡിൻ്റെ ഭാഗമായിട്ട് നിൽക്കണ്ട എന്നുള്ള വ്യൂ ഉള്ളതുകൊണ്ട് പിന്നീട് നമ്മൾ കുറച്ച് ഒരു ലേറ്റ് ആയിട്ടാണ് ഇവിടുന്ന് ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരിക എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് പറാബോളിക് മൂവ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ ലേറ്റ് ആവാൻ ഇപ്പോൾ ഒരു മണിക്കൊക്കെ ഉള്ളൊരു ട്രേഡ് എന്ന ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ അത്രയും വെയിറ്റ് ചെയ്യാതിരിക്കാൻ കാരണം ഈ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ച മൂവ്മെൻറ്റ് ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ അത്രയും സമയം എടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മൂവ്മെൻറ്റ് അത്രയും സമയം എടുത്തിട്ട് ഇവിടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഒരു പോസിബിലിറ്റി ഉള്ള റെയറാണ് 1.4% നിഫ്റ്റി ഒരു ദിവസം മൂവ് ചെയ്യുന്നത് റെയറാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സ്റ്റിൽ ആ റെയർ മൂവ്മെൻറ്റിന് സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീസൺ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഇവിടെ നമ്മുടെ FISൻ്റെ ഡേറ്റയിൽ പോസിറ്റീവായിട്ട് കണ്ടിരുന്നു. പിന്നെ ഡെൽറ്റ വളരെ പോസിറ്റീവായിരുന്നു നമ്മൾ നോക്കുന്ന സമയത്ത്. അപ്പോൾ അത്തരം കാരണങ്ങൾ കൊണ്ട് ഇവിടെ വരെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വ്യൂ നമുക്കുണ്ടായിരുന്നു. സ്റ്റിൽ എന്ന് കരുതി നമ്മൾ ഇതുവരെ ടാർഗറ്റ് വെച്ചിട്ടില്ല. നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ 50% കിട്ടുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് സംവാട്ട് ഹിയർ വെക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വെക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു 1:3 കിട്ടിയാൽ മതി. നമുക്ക് ചിലപ്പോൾ ഇവിടെ വരെ വെച്ചാൽ 1:3 കിട്ടുള്ളൂ വെനസ്ഡേ ഒക്കെ ആയതുകൊണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ഇന്ന് തീറ്റാഡിക്കയുടെ വലിയ എഫക്റ്റ് നമുക്ക് വന്നില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് 1:3 കിട്ടി. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് 1:3 കിട്ടുന്നതെങ്കിൽ തീറ്റാഡിക്ക ഉണ്ടായിരുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ഡേഞ്ചർ ആവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ തീറ്റാഡിക്ക വലിയ നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഉദ്ദേശിച്ച ഒരു റിവാർഡ് കിട്ടിയപ്പോൾ ഇവിടുന്ന് എക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത്തരം ഈ സൈക്കോളജിക്കൽ എലമെൻറ്റുകൾ നമ്മൾ സൈക്കോളജി സീരീസ് കാണാതെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മുഴുവൻ സൈക്കോളജി സീരീസിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ലൈവ് മാർക്കറ്റിൽ കൃത്യമായിട്ട് സൈക്കോളജിക്കൽ അവയർനെസ്സിലൂടെ ട്രേഡ് ചെയ്യാൻ നിങ്ങളെ പരിശീലിപ്പിക്കുന്ന, നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഒന്നും ഇല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്യാനും ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നതാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ കാണുന്ന ആളുകൾക്ക് അത് ഒരു 2-2.5 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന 1-on-1 സൈക്കോളജി മെൻറ്റർഷിപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാനത് കൊടുക്കുന്നു. അപ്പോൾ മറ്റ് വിവരങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മറ്റ് വീഡിയോസിനെ പറ്റിയിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പിനെ ബന്ധപ്പെട്ടതുമായിട്ട് ഉള്ള യൂട്യൂബ് മെമ്പർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെടുക്കുന്ന ട്രേഡുകളൊക്കെ ഡിസ്കൗണ്ടിലൂടെ സ്വിംഗ് ട്രേഡുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പൊസിഷണൽ ട്രേഡുകൾ, എസ്പെഷ്യലി പൊസിഷണൽ ട്രേഡ്, ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ പൊസിഷണൽ ട്രേഡുകളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കുക. സൈക്കോളജി വളരെ ഗൗരവമായിട്ട് പഠിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിൽ ആദ്യം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിന് വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൺസെപ്റ്റിലുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാം. 2 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന 2.5 മാസത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ ഇത് അവിടെ അവസാന ഭാഗത്ത് കൊടുക്കും. ഓക്കെ, താങ്ക് യു, ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പ് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ പലരും ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. താങ്ക് യു.
ഓക്കെ, ഇനി നമ്മുടെ സൈക്കോളജി 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്? ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള 1-on-1 പ്രോഗ്രാമുകൾ, 1-on-1 ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല. ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക്, എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുക? സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും 80% സൈക്കോളജി, 20% സ്ട്രാറ്റജി. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സൈക്കോളജിയാണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും. ചിലർക്ക് ഓവർ ട്രേഡ് ആണ്, റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ്. ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല, നേരത്തെ എക്സിറ്റ് ചെയ്യും. ചില ആളുകൾ സ്റ്റോപ്പ് ലോസേ വെക്കില്ല, ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്, അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അപ്പൊ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ബിഹേവിയർ ആണ്. അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകൾ, സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു. ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് 30ഓളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കിന് തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു 50-60% ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ 30ഓളം ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിനുണ്ട്. മൊത്തം വലിയ പ്രോഗ്രാമിന് 3 ഫേസ് ഉണ്ട്, പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മളൊരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പ് എന്ന് പറയും, സർവേ ചെയ്ത്, അനാലിസിസ് ചെയ്ത്, ആ ബിസിനസ് പ്ലാൻ ചെയ്ത്, അതിനെ എക്സിക്യൂട്ട് ചെയ്ത്, അതിനെ ഇവാലുവേറ്റ് ചെയ്ത്, അത് കറക്റ്റ് ചെയ്ത്, അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ, അനാലിസിസ്, പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങിലെ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും. അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ 2ാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെന്റുകളിലേക്ക്, സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, സൈക്കോളജിക്കൽ എക്സസൈസിലേക്ക് കിടക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത്, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത്, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും ഒഴിവാക്കിയും ഒക്കെയാണ് ഇത് മുന്നോട്ട് പോവുക. അപ്പൊ അത് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ്, 2 മന്ത് പ്രോഗ്രാമിലാണ്. നമുക്ക് 2 മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, 1 മന്തിന്റെ പ്രോഗ്രാം ഉണ്ട്, 3 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക. ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം 2 മന്ത് പ്രോഗ്രാമാണ്. അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ വളരെയധികം സമയം കിട്ടും. നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിനെ പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും. പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും, അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി, അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോഴേക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും. നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ, നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൈക്കോളജി, നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ്, അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങളും ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ. ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, എന്താണ് എൻ്റെ എലിജിബിലിറ്റി? വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 വർഷമാകുന്നു. ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ, കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു
ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. അപ്പോൾ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ബിസിനസിന്റെ ആസ്പെക്റ്റിലുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു. ട്രേഡിംഗിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു. പേഴ്സണൽ കൗൺസിലിംഗും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ രണ്ട് എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 1-on-1 സൈക്കോളജി കൗൺസിലിംഗ് മെന്റർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ്. ഈ രണ്ട് മേഖലയിലും പേഴ്സണൽ കൗൺസിലിംഗിലുള്ള എൻ്റെ പരിചയം, ബിസിനസ്സിലുള്ള എൻ്റെ പരിചയം നിങ്ങളെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തരുന്നതിനൊക്കെ. ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാം. പിന്നെ നമ്മുടെ ഡിസ്കോഡിൽ മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇപ്പൊ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ 50% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്കോഡിൽ ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത് മേജർലി പൊസിഷൻ ആൻഡ് സ്വിംഗ് ട്രേഡുകളാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു 1 ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് കൊള്ളാം അടിപൊളി എന്ന് ആളുകൾ പറയും. ഇത് അങ്ങനെയല്ല. നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം 2 മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ. അപ്പൊ ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ 2 മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാൽ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ID കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിമം ഒരു 2-2.5 ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വെറുതെ 20,000-25,000 രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡാണ് അത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ.